ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2024 നമ്മുടെ PSCക്ക് ചോദിച്ചിട്ടുള്ള കെമിസ്ട്രിയുടെ പോർഷൻസ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഫിസിക്കൽ സയൻസ് എന്ന പോർഷൻ നമുക്ക് 10 മാർക്കാണ് പ്രിലിംസിന് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം, അതായത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു റിവിഷൻ നടത്താം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അഥവാ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ശരിയാണ് വേണ്ടത് അല്ലെ. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. നമുക്കറിയാം എന്താണ് ഒരു ആറ്റത്തിന് അല്ലെ, ഇങ്ങനെയല്ലേ നമ്മൾ ആറ്റം വരയ്ക്കുന്നത്. ഇവിടെ എന്തുണ്ട്? ഇവിടെ പ്രോട്ടോൺ ഉണ്ട്, ഇവിടെ ന്യൂട്രോൺ ഉണ്ട്, ഇവിടെ എന്താണ്? ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇത് ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ഒന്ന് ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. നോക്കിക്കേ, ഓപ്ഷൻ എല്ലാത്തിലും ഒന്ന് ശരിയാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. അപ്പൊ ഇവിടെ എന്താണ്? ന്യൂക്ലിയസ് ഇലക്ട്രോണിലല്ല. അപ്പൊ ഇതെന്താണ്? തെറ്റല്ലേ? അപ്പൊ രണ്ടുള്ള നമുക്ക് അങ്ങ് വെട്ടിക്കളയാം. അപ്പൊ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഒന്നുകിൽ ഇത് മാത്രം, അല്ലെങ്കിൽ എന്താണ്? 1, 3 ശരി എന്ന് പറയുന്നത്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ഇതും ശരിയല്ലേ? നമുക്കറിയാം പ്രോട്ടോണിന് എന്താണ്? പോസിറ്റീവ് ചാർജും അതേപോലെ ഇലക്ട്രോണിന് എന്താണ്? നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ന്യൂട്രോൺ എന്താണ്? അത് ന്യൂട്രൽ ആണ് അല്ലെ. പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല, ന്യൂട്രൽ ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ. അപ്പൊ ഇവിടെ ഏത് വരും ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി 1 and 3 ആണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന, ചോദിക്കാറുണ്ട്, ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അഥവാ ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ്, ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ. ഓക്കെ, അതേപോലെ നമുക്കറിയാം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോട്ടോണുകളുടെ എണ്ണം അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആറ്റോമിക് നമ്പർ, ഇസഡ്. ആറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇസഡ് കൊണ്ടാണ്, ആറ്റോമിക് നമ്പർ. ഇനി ഈ പറയുന്ന പ്രോട്ടോണുകളുടെയും അതേപോലെ ന്യൂട്രോണുകളുടെയും എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്ന? മാസ് നമ്പർ അഥവാ എ എന്ന് പറയുന്ന. എ ആണ് മാസ് നമ്പർ. മാസ് നമ്പർ തിരിഞ്ഞു പോകരുത്. ആറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന എ കൊണ്ടല്ല, അത് ഇസഡ് ആണ്. അത് ഓർത്ത് വെക്കുക. എ എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പർ ആണ്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം അഥവാ ഇലക്ട്രോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ആറ്റത്തിന്റെ എന്താണ് ചിലപ്പോൾ തരും, ആറ്റോമിക് നമ്പറും തരും, മാസ് നമ്പറും തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്ത് ചോദിക്കും? ന്യൂട്രോൺസിന്റെ എണ്ണം എത്രയാന്ന് ചോദിക്കും. ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഈ പറയുന്ന മാസ് നമ്പറായ എയിൽ നിന്ന് ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടും. ഓക്കെ, ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റം ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് അതിന്റെ ആറ്റോമിക് പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂട്രോണുകളുടെ എണ്ണം, ഇലക്ട്രോണുകളുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുക. അപ്പൊ എല്ലാം ഇത് അറിഞ്ഞിരിക്കണം. പ്രോട്ടോണുകളുടെയോ അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിന്റെ തുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ, നമുക്കറിയാം ഏതൊരു ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന വാതകമാണ് എന്ത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ശരിയാണ്. ബാക്കിയൊന്നും വായിക്കണ്ട, നമുക്കിത് ഓൾറെഡി അറിയാവുന്ന കാര്യം, ഒത്തിരി തവണ ചോദിക്കുന്നതാണ്. എന്താണ്? സിങ്കും ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ലോഹവും ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. ഇനി ജസ്റ്റ് നോക്കിക്കേ, ഇത് പക്ഷേ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ 1, 2 ഇട്ടിട്ട് 1, 2 ശരി 3, 4 ശരി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? എല്ലാം അരച്ചു പെറുക്കി വായിക്കേണ്ട അവസ്ഥ വന്നേനെ. നോക്കിക്കേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, കാൽസ്യം കാർബണേറ്റ്, അതേപോലെ സോഡിയം നൈട്രേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇത് നമുക്ക് എന്താണ് വേണ്ടത്? ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ്, ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. ഇരുമ്പിന്റെ അയിരേത്? താഴെ തന്നിരിക്കുന്നതിൽ ഇരുമ്പിന്റെ അയിരേതാണ്? ബോക്സൈറ്റ്. എന്തിന്റെ അയിരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അയിരാണ്. ബോക്സൈറ്റ് മാത്രമാണോ? അതേപോലെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്രയോലൈറ്റ്. ക്രയോലൈറ്റും എന്തിൻ്റെതാണ്? അലൂമിനിയത്തിൻ്റെതാണ്. ഇനി അടുത്തത് ഏതാണ്? കുപ്രൈറ്റ്. കുപ്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കുപ്രൈറ്റ് അതേപോലെ മാലക്കൈറ്റ്. കുപ്രൈറ്റും മാലക്കൈറ്റ് ഒക്കെ എന്തിൻ്റെതാണ്? കുപ്പർ
അല്ലെ. കുപ്രൈറ്റ്, കോപ്പർ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി, കോപ്പർ ആണ്. ഇനി കലാമിൻ, കലാമിൻ എന്തിന്റെ അയിരാണ്? കലാമിൻ. അതേപോലെ സിങ്ക് ബ്ലെൻഡ് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ആയിരിക്കും? അതൊക്കെ സിങ്കിന്റെ അയിരാണ്. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ഈ കലാമിനാണ്. കാര്യം സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കലാമിൻ എന്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. ഹേമറ്റൈറ്റ്, അതേപോലെ മാഗ്നറ്റൈറ്റ്, പിന്നെ ഏതാണ്? സിഡറൈറ്റ്, 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 പിന്നെ വരുന്നത് അയേൺ പൈററ്റിസ്, അയേൺ പൈററ്റിസ്. ഈ അയേൺ പൈററ്റിസ് നമുക്ക് എളുപ്പമാണ് അല്ലെ, എന്താണ്? ഇരുമ്പിന്റെ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. ബാക്കി ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ഒക്കെ എന്തിൻ്റെതാണ്? അയേൺ, ഇരുമ്പിന്റെയാണ്. ഇരുമ്പിന്റെ അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും സിഡറൈറ്റും ഒക്കെ. പിന്നെ ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് മോണോസൈറ്റ്. മോണോസൈറ്റ് എന്തിന്റെ അയിരാന്ന് ചോദിക്കാറുണ്ട്. മോണോസൈറ്റ് എന്തിൻ്റെതാണ്? അത് തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കുന്നതാണ് പിച്ച് ബ്ലെൻഡ്. പിച്ച് ബ്ലെൻഡ് എന്തിൻ്റെതാണ്? പിച്ച് ബ്ലെൻഡ്. പിച്ച് ബ്ലെൻഡ് എന്ന് പറയുന്നത് യുറേനിയത്തിന്റെ അയിരിനെയാണ് പിച്ച് ബ്ലെൻഡ് എന്ന് പറയുന്നത്, യുറേനിയം. അതേപോലെ സിന്നബാർ ചോദിക്കാറുണ്ട്. സിന്നബാർ എന്തിന്റെ അയിരാണ്? സിന്നബാർ. സിന്നബാർ എന്ന് പറയുന്നത് മെർക്കുറി, മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് റൂട്ടൈൽ, റൂട്ടൈല്, അതേപോലെ ഇൽമനൈറ്റ്, ഇതൊക്കെ എന്തിന്റെ അയിരാണ്? റൂട്ടൈല്, ഇൽമനൈറ്റ് ഒക്കെ നമ്മുടെ ടൈറ്റാനിയത്തിന്റെ അയിരാണ്, ടൈറ്റാനിയം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഒരു പോർഷനിൽ നമുക്ക് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? മെന്റലേവിയം, ടൈറ്റാനിയം, റുദർഫോർഡിയം, ക്യൂറിയം. ഈ മെന്റലേവിയം എന്ന പേര് വന്നത് എവിടെ നിന്നായിരിക്കാം? ദിമിത്രി മെന്റലിയേവ് എന്ന സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. അതേപോലെ റുദർഫോർഡിയം എവിടെ നിന്നാണ്? ഏണസ്റ്റ് റുദർഫോർഡിൽ നിന്നാണ് ഈ പേര് വന്നത്. മെന്റലേവിയം MD, അതേപോലെ റുദർഫോർഡിയം RF, ക്യൂറിയം CM. അപ്പൊ ഏതായിരിക്കും ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്? ടൈറ്റാനിയം ആണ്. അതേപോലെ ചോദിക്കുന്നതാണ് W എന്നത് എന്തിന്റെ, ഏത് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ് W ഉപയോഗിക്കുന്നത്? W എന്ന് കാണുമ്പോൾ നമ്മൾ വനേഡിയം എന്നൊക്കെ പറഞ്ഞ് പോകും. W എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ടങ്സ്റ്റൺ, ടങ്സ്റ്റനെ റെപ്രസെന്റ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടങ്സ്റ്റനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് W എന്ന് പറയുന്നത്. അതായത് വുൾഫ്രം എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് വന്നത്? ടങ്സ്റ്റൺ, W എന്നുള്ള ആ ഒരു പ്രതീകം വന്നത്. അതേപോലെ കെ നമുക്കറിയാം എന്തിൻ്റെതാണ്? പൊട്ടാസ്യം ആണ് കെ എന്ന് പറയുന്നത്. പൊട്ടാസ്യം K ആണ്. എന്തിൽ നിന്നാണ്? കാലിയം എന്ന വേർഡിൽ നിന്നാണ് പൊട്ടാസ്യത്തിന് K വന്നത്. പിന്നെയാണ് ആന്റിമണി. ആന്റിമണി എന്ന് പറഞ്ഞാൽ എന്താണ്? SB ആണ് ആന്റിമണിക്ക് കൊടുക്കുന്നത്. ആന്റിമണി. ഓക്കെ, ആന്റിമണി എന്ന് പറയുന്ന എലമെന്റിന് നമ്മൾ അതെവിടെ നിന്നാണ്? സ്റ്റിബിയം എന്ന വേർഡിൽ നിന്നാണ് ആന്റിമണിക്ക് എന്താണ് ഈ ഒരു SB എന്നൊരു ആ ഒരു പ്രതീകം വരാൻ കാരണം. അപ്പൊ ഈ W എന്ന് പറയുന്നത് ടങ്സ്റ്റൻ ആണെന്നും പൊട്ടാസ്യം K ആണെന്നും സ്റ്റിബി, ഇതേപോലെ കുറെ വെറൈറ്റി ആയിട്ട് വരുന്നതുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അതേപോലെ സോഡിയം നമുക്ക് പറയുന്നുണ്ട്, Na ആണ് സോഡിയം. അങ്ങനെ കുറെ നമുക്ക് സാധാരണ ഇപ്പൊ നമുക്കറിയാം ഹൈഡ്രജൻ H ആണെന്ന് നമുക്കറിയാം, ഹീലിയം He ആണെന്ന് അറിയാം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വരുന്ന കുറെ പേരുകളുണ്ട് കണ്ടോ. ടങ്സ്റ്റൻ നമ്മൾ ഒരിക്കലും T ആണെന്ന് റെപ്രസെന്റ് ചെയ്യാതെ അത് എന്താണ്? W ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് ഏത്? ഓക്കെ, നമുക്കറിയാം കണികകളുടെ ഊർജം കൂടുന്നു. ഐസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്താണ്? അതിങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അതിന് ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അത് വെള്ളമാകുമ്പോഴേക്കും അതിന്റെ കണികകളുടെ ഊർജം കൂടുന്നു. എന്താണ് ഇത്? ശരിയാണ്. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു അല്ലെ. ഇതിങ്ങനെ ക്ലോസ്ലി പാക്ഡ് ആണ്. അത് ജലത്തിലേക്ക് വരുമ്പോഴേക്കും അത് തമ്മിലുള്ള അകലം കുറച്ച് കൂടും. അത് വായു ആകുമ്പോഴാണെങ്കിലും അത് അതിന്റെ കണികകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. ഇതും ശരിയാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ശരിയാണ് അല്ലെ. ഇതിങ്ങനെ എന്താ? ക്ലോസ്ലി പാക്ഡ് ആകുമ്പോഴേക്കും എന്താണ്? തമ്മിൽ പരസ്പരം ആകർഷിച്ചിരിക്കുമായിരിക്കും. ആകർഷണം കുറയുന്നു. ഇനി കണികകളുടെ ചലനം കുറയുന്നു. ഇത് തെറ്റല്ലേ? ചലനം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? 1, 2, 3 എന്നിവയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT660SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്ന്? അത് എവിടെയാണ്? ജപ്പാനിലാണ്. കറണ്ട് അഫെയർ ആണ്. അത് എവിടെയാണ്? ജപ്പാനിലാണ്. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി. അലൂമിനിയം ബോക്സൈറ്റ് നമ്മൾ ഇത്ര നേരം പറഞ്ഞതാണ്. ഇരുമ്പ് ഹേമറ്റൈറ്റ് ആണ്. കോപ്പർ കുപ്രൈറ്റ് ആണ്. സിങ്കിന്റെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സിങ്ക് ബ്ലെൻഡും പറഞ്ഞു. പിന്നെ എന്താണ്? കലാമിനും പറഞ്ഞു. ഈ ഗലീന എന്ന് പറയുന്നത് ലെഡിന്റെ അയിരാണ് എന്ത്? ഗലീന എന്ന് പറയുന്നത്. ലെഡ് ആണ് ഗലീന. ഓക്കെ,
നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ശരിയല്ലാത്ത ജോഡിയല്ലേ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കിജി ബവൻഡി, ലൂയിസ് ഇബ്രൂസ്, അലക്സി എക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ? അപ്പൊ നമ്മൾ പറഞ്ഞു ഫിസിക്സിലെ നോബൽ പ്രൈസ് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഏതെങ്കിലും ഒരു നോബൽ പ്രൈസ് നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാം പഠിച്ചു വെക്കുക. കാര്യം ഒരു നോബൽ പ്രൈസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റിലേക്ക്, ചിലപ്പോൾ അത് എക്കണോമിക്സിലായിരിക്കാം കയറി ചോദിക്കുന്നത്, ചിലപ്പോൾ അത് കെമിസ്ട്രിയുടെ പോർഷനിലായിരിക്കാം, ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സാഹിത്യത്തിൽ ചോദിക്കാം, അതേപോലെ തന്നെ ബയോളജിയുടെ പോർഷനിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും രസതന്ത്രം 2023 ഈ 28 എക്സാമിന് മിക്കവാറും 2023 നോബൽ പ്രൈസ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ. എങ്കിലും 2024 കൂടി വായിച്ചു പോവുക. 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് അപ്പൊ ഇവർക്ക് 3 പേർക്കാണ്. എന്തിനായിരുന്നു അത്? ക്വാണ്ടം ഡോട്ട്സിന്റെ നാനോ ടെക്നോളജിയിലെ ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തലുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് ലഭിച്ചത്. എങ്കിൽ ജസ്റ്റ് പഠിച്ചു വെക്കുക, 2024 നോബൽ പ്രൈസ് ആർക്കൊക്കെയായിരുന്നു? ഡേവിഡ് ബെക്കർ, അതേപോലെ തന്നെ പിന്നെ ആർക്കാണ്? ഡെമിസ് ഹസാബിസ്, പിന്നെ ആർക്കാണ്? ജോൺ ജെമ്പർ. ഇങ്ങനെ 3 പേർക്കാണ് 2024 എന്ത് ലഭിച്ചത്? നോബൽ പ്രൈസ് ലഭിച്ചത് രസതന്ത്രത്തിന്. ഇതിൽ ഡേവിഡ് ബെക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ്ങിനായിരുന്നു. ഡിസൈൻ ആയിരുന്നു ഡേവിഡ് ബെക്കറിന് ലഭിച്ചത്. എങ്കിൽ ഡെമിസ് ഹസാബിസിനും ജോൺ ജെമ്പറിനും എന്തിനായിരുന്നു? പ്രോട്ടീൻ ഘടനയെ പ്രവചിച്ചായിരുന്നു ഇവർക്ക് ലഭിച്ചത്. പ്രോട്ടീൻ ഘടനാ പ്രവചനമായിരുന്നു ഇവർക്ക് 2 പേർക്കും നോബൽ പ്രൈസ് ലഭിക്കാൻ. അപ്പൊ 2024 23 3 പേർക്കാണ് ലഭിച്ചത്, 2024 3 പേർക്കാണ് എന്താ രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. നമുക്കറിയാം എങ്ങനെയാണ് KLMN ഇങ്ങനെയല്ലേ ഷെല്ലുകളുടെ എണ്ണം പോകുന്നത്. അപ്പൊ എന്താണ്? K ഷെല്ലിൽ 2 എണ്ണമുണ്ട്, Lൽ 8 എണ്ണമുണ്ട്, M ഷെല്ലിലാണ് 1 ഉള്ളത്. അപ്പൊ ഇവിടുത്തെ 2 8 എത്രയാണ്? 2 8 10 11 ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്? ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാണ് ഷെല്ലുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 ആണ്. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. എന്താണ്? ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അതേപോലെ തന്നെ ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് എന്തെന്ന്? റേഡിയം എന്ന് പറയുന്നത്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്, ശരിയാണ്. അതേപോലെ തന്നെ എന്താണ്? ഹൈഡ്രജൻ ഒരു ലോഹമാണ്, ആണോ? അല്ല, ഹൈഡ്രജൻ ലോഹമായിട്ടല്ല, നമ്മൾ ഹൈഡ്രജൻ ഒരു വാതകമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് റേഡിയം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ നമ്മൾ പറയുന്ന ഏതൊക്കെയാണ്? പ്രൊട്ടിയം ഉണ്ട്, അതേപോലെ ഡ്യൂട്ടീരിയം ഉണ്ട്, പിന്നെ എന്താണ്? ട്രിഷ്യം ഉണ്ട്. ഇത് 3 നമ്മൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളായിട്ട് പറയുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. ഓക്കെ, നമുക്ക് ശരിയായവയല്ലേ വേണ്ടത്. സോ ഇവിടെ എന്താണ്? ഒന്നും. അടുത്തതാണ് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം എന്താണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 1, 4 ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം എന്ന് പറയുന്നത് ഒരു ആൽക്കലി കണ്ടന്റ് ആണ്, അല്ലെ? ആൽക്കലൈൻ ആണ് കുമ്മായം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെയായിരിക്കണം കുമ്മായം ചേർക്കേണ്ടത്? ബേസ്, അസിഡിറ്റി കൂടുതലുള്ള മണ്ണിലായിരിക്കണം നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം pH വാല്യൂ 7 എന്ന് പറയുന്നത് അതെന്താണ്? ന്യൂട്രൽ ആയിരിക്കും. 7ൽ കൂടുതലാണ് എങ്കിൽ അത് ആൽക്കലിയും, അല്ലെ? 7ൽ കുറവാണെങ്കിൽ അതെന്താണ്? അത് ബേസുമായിരിക്കും. അത് ആസിഡുമായിരിക്കും. ആസിഡും ബേസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. 7ൽ കൂടുതലാണെങ്കിൽ അത് ആൽക്കലി അഥവാ ബേസ് ആയിരിക്കും. 7ൽ കുറവാണെങ്കിൽ എന്താണ്? അത് ആസിഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഏതാണ് 7ൽ കുറവ് വരുന്നത്? ഓപ്ഷൻ സി 5. അപ്പൊ ഇവിടെ ഈ ഒരു മണ്ണിലാണ് എന്ത്? ആസിഡിറ്റി കൂടുതലുള്ളത്. അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കേണ്ടത്? കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയാണ് നമുക്ക് വേണ്ടത്. അലൂമിനിയം ബോക്സൈറ്റ് ആണ്, ശരിയാണ്. ഇരുമ്പിന്റെ നമ്മൾ പറഞ്ഞു മാഗ്നറ്റൈറ്റ് ഉണ്ട്, സിഡറൈറ്റ് ഉണ്ട്, ഹേമറ്റൈറ്റ് ഉണ്ട്, അയൺ പൈററ്റസ് ഉണ്ട്, ക്രയോലൈറ്റും ബോക്സൈറ്റിന്റെ അല്ലെ? ബോക്സൈറ്റും എന്താണ്? അലൂമിനിയത്തിന്റേതാണ്. അപ്പൊ 2 തെറ്റാണ്. നമുക്ക് തെറ്റായി രേഖപ്പെടുത്തിയല്ലേ വേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് തെറ്റെന്ന് പറയുന്നത്. സിങ്ക് കലാമിനാണ്, കോപ്പർ കുപ്രൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി അഥവാ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ ഹെൻറി മോസ്ലി, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ്. നോക്കിക്കേ, 2ഉം 3ഉം എന്താണ് പ്രോട്ടോൺ ആണെന്നിരിക്കുന്നത്. ഒരിക്കലും 2ഉം 3ഉം കൂടി ആൻസർ ആയിട്ട് എന്തായാലും വരില്ല. കാര്യം ഒരേ സാധനം 2 പേർ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താണ് ഓപ്ഷൻ സി നമുക്ക് നേരെ എലിമിനേറ്റ് ചെയ്യാം. 2ഉം 3ഉം കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണ് ഇത് പഠിച്ചിരിക്കുന്നത്. പെൻ ആർ ടി സി അല്ലെ, പെൻ ആർ ടി സി. പ്രോട്ടോൺ ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പൊ എന്താണ് ഇത് ശരിയാണ്. ഇനി ഇലക്ട്രോൺ ആരാണ്? ടി എന്ന് പറയുമ്പോൾ ആരാണ്? ജെ തോംസൺ. തോംസൺ ആണ്. അപ്പൊ എന്താണ് 1ഉം ശരിയാണ് 4ഉം ശരിയാണെന്ന് മനസ്സിലായി. ന്യൂട്രോൺ ആരാണ്? ചാഡ്വിക് ആണ്. സോ 1, 3, 4 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അലൂമിനിയത്തിന്റെ ഒരു ധാതുവാണ്. എന്താണ് അലൂമിനിയത്തിന്റെ ധാതു പറയുന്നത്? നമുക്കറിയാം, ക്രയോലൈറ്റും ബോക്സൈറ്റും എന്താണ്? അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തതാണ് വേണ്ടത്. ഇപ്പറയുന്ന പോളിത്തീൻ, PVC, നൈലോണ് ഇവയെല്ലാം എന്താണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇവിടെ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഇതൊക്കെ തെർമോപ്ലാസ്റ്റിക്കുകളാണ്. സെറ്റിംഗ് ആണ് എന്ത്? ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ എന്താണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത്? ഒരു സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ബേക്കലൈറ്റ് സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. തെർമോ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചൂടാക്കുമ്പോഴേക്കും ഓൾറെഡി എന്തായി? സെറ്റ് ആയി പോയതാ. വീണ്ടും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇനി പോളിത്തീൻ, PVC, നൈലോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? തെർമോ പ്ലാസ്റ്റിക്കുകളാണ്. അതായത് വീണ്ടും എന്താണ്? അതിനെ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മൃദുവാകുകയും അതിനെ വീണ്ടും നമുക്ക് പുതിയ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അതിന് ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന പോളിത്തീൻ ഉണ്ട്, നൈലോൺ ഉണ്ട്, PVC ഒക്കെ ഉണ്ട്. അപ്പൊ തെർമോ പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. ഇനി ബേക്കലൈറ്റും അതേപോലെ തന്നെ മറ്റൊന്നാണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ്. അതും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. മെലാമിൻ ഫോർമാൽഡിഹൈഡ് ഇതെന്ന് പറയുന്നതും എന്താണ്? ഫോർമാൽഡിഹൈഡ്. തെർമോസെറ്റിംഗ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ പഠിക്കേണ്ട ഒരു പേരാണ് ഈ പറയുന്ന ഈ തെർമോപ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ലീനിയർ പോളിമർ ആണ്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലീനിയർ പോളിമറുകളാണ്. അതായത് എന്താണ്? ഈ മോണോമറുകൾ, കുറെ മോണോമേഴ്സിന് നമുക്ക് എന്താണ് നേർരേഖയിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ലീനിയർ പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ പറയുന്ന എന്താണ് തെർമോപ്ലാസ്റ്റിക് ലീനിയർ പോളിമറുകളും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയുന്ന ക്രോസ് ലിങ്കഡ് പോളിമർ ആണ് എന്നുകൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? എന്തൊക്കെയാണ് ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ? ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആസിഡ് നമ്മുടെ കയ്യിൽ വീണ എന്താ സംഭവിക്കുന്നത്? പൊള്ളു അല്ലെ? പൊള്ളുമ്പോൾ എന്താ? ചുവപ്പ് കളറാകും. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ആസിഡ് എന്ന് പറയുന്നത് ലിറ്റ്മസിനെ ചുവപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ശരിയാണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു. തെറ്റാണ്. ചുവപ്പ് ലിറ്റ്മസ് ആണെങ്കിലും അത് എന്തായിരിക്കും? ചുവപ്പ് കളറിൽ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. pH മൂല്യം 7ൽ കൂടുതലാണെങ്കിൽ അതിനെ എന്ത് പറയും? ബേസ് എന്ന് പറയും. pH മൂല്യം 7ൽ കുറവാണെങ്കിലാണ് അത് ആസിഡ് ആയിട്ട് വരുന്നത്. അപ്പൊ 1ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത്? ഹൈഡ്രജൻ ആരാണ് കണ്ടെത്തിയത്? നമ്മൾ നേരത്തെ പറഞ്ഞു. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലി എന്ന് പറയുന്ന ഓക്സിജൻ കണ്ടെത്തിയ ആളാണ്. ഓക്സിജൻ കണ്ടെത്തിയത്. അതേപോലെ ഈ ഹൈഡ്രജനും അതേപോലെ തന്നെ നമ്മുടെ ഓക്സിജനും ഒക്കെ പേര് നൽകിയത് ചോദിക്കാറുണ്ട്. അതാണ് ലാവോസിയ. ലാവോസിയ എന്ന സയന്റിസ്റ്റ് ആണ് ഈ പറയുന്ന ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത്. ഇനി ഈ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അത് ജലം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ്. ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥമോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ്. ആസിഡ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഓക്സിജനൈസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഓക്സിജൻ എന്ന വേർഡ് വന്നത്. അതേപോലെ ജലം ഉൽപ്പാദിപ്പിക്കുന്ന എന്ന ഹൈഡ്രജൻ, ആ ഒരു വേർഡിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന വാക്ക് കണ്ടെത്തിയത്. അപ്പൊ ലാവോസിയാണ് ഇവർക്ക് പേര് നൽകിയത്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷും ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലിയുമാണ്. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രാസപ്രവർത്തനത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഏർപ്പെടാതെ തന്നെ എന്താണ് ആ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് നമ്മൾ ഉൾപ്രേരകം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്?
സ്പോഞ്ചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അമോണിയയാണ്. ഈ അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഹേബർ പ്രോസസ്. ഹേബർ പ്രക്രിയ എന്ന് പറയുന്നത് അമോണിയയുടെ നിർമ്മാണമാണ്. അതിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകമാണ് എന്തെന്ന് പറയുന്നത്? സ്പോഞ്ചി അയൺ. അതേപോലെ സമ്പർക്ക പ്രക്രിയ എന്താണ്? സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ എന്ന് പറയുന്നത്. സമ്പർക്ക പ്രക്രിയ ഓക്കെ എന്താണ്? സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണമാണ്. അതിന് ഉപയോഗിക്കുന്ന വനേഡിയം പെന്റോക്സൈഡ് ആണ്. വനേഡിയം പെന്റോക്സൈഡ് അതാണ് അവിടുത്തെ ഉൾപ്രേരകം എന്ന് പറയുന്നത്. ഓക്കെ നെക്സ്റ്റ് നോക്കാം. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കലാമിൻ എന്ന് പറയുന്ന സിങ്കിന്റെ അയിരിനെയാണ് നമ്മൾ കലാമിൻ എന്ന് പറയുന്നത്. ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? ഗൺ മെറ്റൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? കോപ്പർ ഉണ്ട്, ടിന്നുണ്ട്, സിങ്ക് ഉണ്ട്. ഓക്കെ ഇനി നമ്മൾ അറിയേണ്ടതാണ് കോപ്പറും ഇപ്പറയുന്ന സിങ്ക്, കോപ്പറും സിങ്കും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ബ്രാസ് കിട്ടുന്നത്. ബ്രാസ് അഥവാ എന്താണ്? പിച്ചള കിട്ടുന്നത് കോപ്പറും സിങ്കും കൂടി ചേരുമ്പോഴാണ്. അതേപോലെ തന്നെ എന്താണ്? കോപ്പറിന്റെ ഒപ്പം എന്താണ്? നമ്മുടെ ടിന്ന് കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഓട് കിട്ടുന്നത്. ഓട്, ബ്രോൺസ് ഇല്ലേ, ബ്രോൺസ്. ഓക്കെ അപ്പൊ കോപ്പറും സിങ്കുമാണെങ്കിൽ ബ്രാസും, കോപ്പറും ടിന്നുമാണെങ്കിൽ ഓടും. ഈ പറയുന്ന കോപ്പറും സിങ്കും ടിന്നും കൂടി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഗൺ മെറ്റൽ കിട്ടുന്നത്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണ്? 5 ആണ്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് ആവശ്യമായത് 5 ആണ്. ഈ 7 to 8 എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ്, അതേപോലെ ക്യാബേജ്, അതൊക്കെ നമ്മുടെ ബുക്കുകളിൽ പറയുന്നതാണ്. ഈ 5 എന്ന് പറയുന്ന ഈ ഉരുളക്കിഴങ്ങിന്റെ കാര്യം കറക്റ്റ് SCERT പറഞ്ഞിട്ടുണ്ട്. ഈ 7 to 8 ആണ് ക്യാരറ്റിനും ക്യാബേജിനും ഒക്കെ വേണ്ടത്. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം എന്ന് പറയുന്നത് ടേബിൾ സോൾട്ട് ആണ്. ടേബിൾ സോൾട്ട്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകമാണ് എന്ത്? ലിഥിയം. ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരാണ് എന്ത്? ഒഗനെസൺ. ഒഗനെസൺ എത്രയാണ്? 118 ആണ് ഒഗനെസൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് മോസ്കോവിയം. മോസ്കോവിയം എന്ന് പറഞ്ഞാൽ 115 ആണ്. ടെന്നിസൺ എന്ന് പറയുന്നത് 117 ആണ്. നിഹോണിയം എന്ന് പറയുന്നത് 113 ആണ്. പിന്നെ ചോദിക്കുന്ന കുറച്ച് ഈ നമ്പേഴ്സ് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ചോദിക്കും ആറ്റോമിക നമ്പർ 100 ആയ മൂലകം ഏത്? അത് ഏതാണ്? അത് ഫെർമിയം ആണ്. ഫെർമിയം. ഇനി 101 ആണെങ്കിൽ എന്താണ്? 101 എന്ന് പറയുന്നത് മെന്റലീവിയം ആണ്. മെന്റലീവിയം. അതേപോലെ 99 ഏതാണ്? 99 എന്ന് പറയുന്നത് ഐൻസ്റ്റീനിയം ആണ്. ഐൻസ്റ്റീനിയം. കാര്യം ഇതെല്ലാം എന്താണ്? സയന്റിസ്റ്റിന്റെ പേരായതുകൊണ്ട് തന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇത് 3 റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 എന്താണ്? മെന്റലീവിയം ആണ്. ഏറ്റവും അവസാനത്തെ മൂലകമാണ് ഒഗനെസൺ. അത് എത്രയാണ്? 118 ആണ്. അതിന് തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത് ടെന്നിസൺ ആണ്. അത് എത്രയാണ്? 117 ആണ്. നെക്സ്റ്റ് നോക്കാം. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാറീജിയ രാജകീയ ദ്രാവകം എന്താണ്? സ്വർണം ലയിക്കുന്ന, സ്വർണം, പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾ ലയിക്കുന്നതാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. അതിന്റെ എന്താണ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഏത് വരും? നമുക്ക് 1:3 ആണ്. അതായത് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. നൈട്രിക് ആസിഡ്. ഓക്കെ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് 1ഉം അതേപോലെ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതെന്താണ്? 3 ആണ്. ഇത് നമ്മൾ എപ്പോഴും 1:3 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ ഏതാണ് നൈട്രിക് ആസിഡ്, ഏതാണ്? കണ്ടോ ഇവിടെ നോക്കിക്കേ, അവർ തിരിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 പേരുകൾ ചേർന്നിട്ടല്ലേ നമ്മൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ അത് ഓർത്ത് വെക്കുക 3 ആണെന്നുള്ളത്. അപ്പൊ 1:3 എന്ന് പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡ് 1 ആണ്. 1:3 അതിൽ 1 നൈട്രിക് ആസിഡും 3 എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. അതേപോലെ ഈ അക്വാറീജിയ എന്ന ഈ ഒരു രാജകീയ ദ്രാവകം കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണത്? ജാബിർ ഇബ്ൻ ഹയാൻ എന്നൊരു വ്യക്തിയാണ് എന്ത്? ഈ അക്വാറീജിയ എന്നൊരു ദ്രാവകം കണ്ടുപിടിച്ചത്. ഇത് സ്ഫോടക സാധ്യതയുള്ളതാണ് ഈ അക്വാറീജിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ അടച്ചൊന്നും സൂക്ഷിക്കാറില്ല. അത് ഉപയോഗത്തിന് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ നിർവീര്യമാക്കിയൊക്കെ കളയണം. അല്ലെങ്കിൽ എന്താണ്? വൈൻ സ്ഫോടനം നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ തന്നിരിക്കുന്നു. അതിലേറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. എന്താണ്?
നമുക്കറിയാം ഹെൻറി മോസ്ലി, അതേപോലെ തന്നെ മെൻഡലിയഫ്, ന്യൂലാൻഡ്സ്, ഡോബ്രെയ്നർ, ഇവരെല്ലാവരും നമ്മൾ ആറ്റത്തിന്റെ വർഗീകരണത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മെൻഡലിയഫ് എന്തിനെയായിരുന്നു, ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലിയഫ് മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തിരുന്നത്. അപ്പൊ ഏതാണ് 2A ആണ്. നേരെ നോക്കിക്കേ, അടുത്ത് നോക്കി. അപ്പൊ 2A ഉള്ളതാണ് നമുക്ക് വേണ്ടത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഹെൻറി മോസ്ലി എന്ന് പറയുന്നത് നമുക്കറിയാം ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മൂലകങ്ങളെ വർഗീകരിച്ചത്. ന്യൂലാൻഡ്സിന്റെ ഒക്ടേവ്സ് എന്നാ പറയാ, ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം അല്ലെ, 3D ആണ്. ഡോബറേനിയർ ട്രേഡ്സ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോബറേനിയറിന്റെ ത്രികങ്ങൾ 3 ആക്കിയാണ് അദ്ദേഹം തിരിച്ചിരുന്നത്. ഇദ്ദേഹം 8 ആയിട്ടാണ്. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. ഹെൻറി മോസ്ലിയാണ് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരുന്നത്. മെൻഡലിയഫ് എന്താണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന മെൻഡലിയഫ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിക്കുമ്പോഴാണ് ആര് വരുന്നത്? ഹെൻറി മോസ്ലി വരുന്നത്. ന്യൂലാൻഡ്സിന്റെ അഷ്ടക നിയമം ഡോബറേനറിന്റെ ട്രേഡ്സ് ത്രികങ്ങളുമാണ്. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാ? ഏറ്റവും കാഠിന്യമുള്ള ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രോമിയമാണ് ഏറ്റവും കാഠിന്യമുള്ളത്. കാഠിന്യം കുറഞ്ഞത് ചോദിച്ചാലോ? കാഠിന്യം കുറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സീസിയം ആണ്. കാഠിന്യം ഏറ്റവും കുറഞ്ഞ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് സീസിയം ആണ്. അതേപോലെ സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെ വരും? ഈ പറയുന്ന ഓസ്മിയം സാന്ദ്രത കൂടുതലുള്ളതാണ്. അതേപോലെ ഇറിഡിയവും ഓസ്മിയവും എന്താണ്? സാന്ദ്രത കൂടുതലുള്ള ലോഹങ്ങളാണ്. ഇനി സാന്ദ്രത കുറഞ്ഞ ലോഹം ചോദിച്ചു കഴിഞ്ഞാലോ? സാന്ദ്രത കുറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിഥിയമാണ്. അതേപോലെ ദ്രവണാങ്കം കൂടിയത് ചോദിച്ചു കഴിഞ്ഞാൽ ടങ്സ്റ്റണും. ദ്രവണാങ്കം കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മെർക്കുറിയുമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന ഗ്രാഫുകൾ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കുന്നത്? ബോയിൽ പാവാണ്, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ബോയിൽ പാവ. അപ്പൊ എന്താണ്? പിയും വിയും ആണ് എന്താ ബോയിൽ നിയമത്തിൽ വരുന്നത്. അവിടെ എന്താണ്? ടെമ്പറേച്ചർ ആണ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. പിയും വിയും അതാണ് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആണ്. നോക്കിക്കേ, എല്ലാം പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്? അതായത് സ്ഥിര താപനില കോൺസ്റ്റന്റ് ആയ സമയത്ത് എന്താണ് വി എന്ന് പറയുന്നത്? ആ ഒരു പദാർത്ഥത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് വ്യാപ്തം കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കണം? മർദ്ദം കുറയണം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കാം. വ്യാപ്തം കൂടുന്നതനുസരിച്ച് മർദ്ദം കുറയണം. അതേപോലെ തന്നെ ഇത് ക്രോസ് ചെയ്ത് എന്ത് വരും? പി വി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയായിരിക്കും. നോക്കിക്കേ, പിയും വിയും തമ്മിൽ സ്ഥിരസംഖ്യയാണ്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആണ്. ഇതെന്ന് പറയുന്ന ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. നോക്കിക്കേ, ഇവിടെ എന്താണ്? പ്രഷർ കുറയുന്ന അല്ലെ. ഇവിടെ എന്താണ്? ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്ത് സംഭവിക്കും? പ്രഷർ കൂടി വരുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞു വരുന്നു. ശരിയല്ലേ? നമ്മൾ എന്താ പറഞ്ഞ? വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയണം. ഇതും ശരിയാണ്. ഇവിടെ നോക്കിക്കേ, പി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v. ഇതും എന്താണ്? ശരിയായ പ്രസ്താവനയല്ലേ? പ്രഷർ കൂടുന്നതനുസരിച്ച് വി കുറഞ്ഞു വരുന്നുണ്ട്. കണ്ടാ, ഇത് 1/v ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, പി കൂടുന്നതനുസരിച്ച് വി കൂടുന്നു. ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ നമുക്ക് വേണ്ടത് അനുസരിക്കാത്തതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ബോയിൽ പാവാണ്. അപ്പൊ എന്താണ് ബോയിൽ? എന്താണ്? പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇനി ചാൾസ് നിയമമാണെങ്കിലോ? ഇവിടെ പിയും വിയും ആണെങ്കിൽ ചാൾസ് നിയമത്തിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ്? ചാൾസ് നിയമം. ഓക്കെ, ചാൾസ് നിയമം വരുമ്പോഴേക്കും നമുക്കറിയാം അവിടെ പ്രഷർ കോൺസ്റ്റന്റും അവിടെ എന്താണ്? വിയും ടിയും തമ്മിലാണ്. അതായത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെയുള്ളത് അവോഗാഡ്രോ നിയമമാണ്. എന്താണ്? നിശ്ചിത ഊഷ്മാവിലും മർദ്ദത്തിലും എന്താണ്? അതിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് വ്യാപ്തത്തോട് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് അവോഗാഡ്രോ നിയമം. ഈ നിയമങ്ങളും അതിന്റെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് നോക്കാം. എസ് ബ്ലോക്കും പി ബ്ലോക്കും മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേരെന്ത്? എന്താണ്? എസും പിയും ആണ് എന്ത്? പ്രാതിനിധ്യ മൂലകങ്ങൾ. എസ് ബ്ലോക്കും പി ബ്ലോക്കും കൂടി ചേരുമ്പോഴാണ്. ഇനി ഡി ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളെയാണ്. ഓക്കെ, നമുക്കറിയാം 1ഉം 2ഉമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ 3 മുതൽ എവിടം വരെയാണ്? 12 വരെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. 13 മുതൽ 18 വരെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പൊ ഈ എസിനെയും പിന്നെയും ചേർത്ത് പറയുന്ന പേരാണ് എന്താ? പ്രാതിനിധ്യ മൂലകങ്ങൾ. ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് എന്ത്? ഹൈഡ്രജൻ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണത്. പുതിയതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വമാണ് എന്ത്? കാർബൺ നാനോ ബഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടതാണ് ഗ്രാഫൈറ്റ് ആണ് കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപമാണ് എന്ത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അതേപോലെ തന്നെ എന്താണ് വൈദ്യുതി കടത്തിവിടുന്നതും എന്തിനെയാണ്? വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ രൂപവുമാണ് എന്താ? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഡയമണ്ട് ആണെങ്കിലോ ഏറ്റവും കാഠിന്യമുള്ളതാണ്. അതേപോലെ ചോദിക്കാറുണ്ട് വജ്രത്തിന് മഞ്ഞ നിറം നൽകാൻ കാരണമായത്. വജ്രം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വജ്രത്തിന് മഞ്ഞ നിറം നൽകാൻ കാരണമായ മൂലകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. വജ്രത്തിന് നീല നിറം നൽകാൻ കാരണമായ മൂലകം എന്ന് പറയുന്നത് ബോറോൺ ആണ്. ബോറോൺ. ഓക്കെ, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വജ്രത്തിന് മഞ്ഞ നിറം നൈട്രജനും നീല നിറം ബോറോണുമാണ്. അതേപോലെ ഈ വജ്രം എന്ന് പറയുന്നത് എന്താണ്? താപചാലകവുമാണ്. അതേപോലെ ഗ്രാഫൈറ്റ് ആണെങ്കിൽ എന്താണ്? വൈദ്യുതി കടത്തിവിടുമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപവുമാണ്. നെക്സ്റ്റ് നോക്കാം. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്? നമ്മൾ പറഞ്ഞു മൗഗി ജിബവണ്ടി, ലൂയിസ് ബ്രസും അലക്സി എക്കിമോവിനുമാണ്. രാജസ്ഥാനിലെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകമാണ് ഇത്, ലിഥിയം. കാർബൺ ഡൈ ഓക്സൈഡ് ഏത് രാസവസ്തുവിൽ നിന്നാണ് പരിണമിക്കുന്നത്? അത് ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ്. രക്തത്തിന്റെ പി എച്ച് അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിന്റെ പി എച്ച് തിരിച്ചറിയുക. ക്ഷാര സ്വഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് കിട്ടി? ഇതുമല്ല ഇതുമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അല്പം ക്ഷാര സ്വഭാവം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏതായിരിക്കാം? 7.4 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? രാസമാറ്റവും ഭൗതിക മാറ്റവും എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, രാസമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? വീണ്ടും അതിനെ പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ നോക്കിക്കേ, ഐസ് ഉരുകുന്നത്. ഈ ഐസ് ഉരുകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐസ് ഉരുകി വെള്ളമായി മാറി ഈ വെള്ളത്തെ നമുക്ക് വീണ്ടും എന്താക്കി മാറ്റാനായിട്ട് പറ്റും? വീണ്ടും ഐസാക്കി മാറ്റാം. അതൊരു ഭൗതിക മാറ്റമാണ്. മെഴുകുരുകുന്നത് അതെന്താണ്? ഉരുകി നമ്മൾക്ക് എന്താണ്? അത് വീണ്ടും നമുക്ക് അതിനെ മെഴുകാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഇതും എന്താണ്? ഒരു ഭൗതിക മാറ്റമാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്താണ്? ഒരു രാസമാറ്റമാണ്. മുട്ട തിളക്കുന്നത് എന്താണ്? ഒരു രാസമാറ്റമാണ്. മുട്ട തിളച്ച് കട്ടയായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ പഴയ അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി 3ഉം 4ഉമാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. അക്വാറീജയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം, സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അതിനെ രാജകീയ ദ്രാവകം, ഈ മഞ്ഞ നിറമാണ് കേട്ടോ ഇതിനെ. അതേപോലെ തന്നെ രാജകീയ ആസിഡ്, അതേപോലെ അതിലടങ്ങിയിരിക്കുന്ന അനുപാതം 3:1 അഥവാ 1:3, രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്, സ്വർണവും പ്ലാറ്റിനവും മുതലായ ലോഹങ്ങളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അതിനെ രാജകീയ ദ്രാവകം എന്ന് വിളിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന മൂലകങ്ങൾ അലോഹങ്ങളെ തിരിച്ചറിയുക. ഏതൊക്കെയാണ് അലോഹങ്ങൾ എന്ന് പറയുന്നത്? കാർബണും നൈട്രജനുമാണ്. ഇവിടെ നമുക്ക് പഠിക്കേണ്ട മറ്റൊന്നാണ് ഉപലോഹങ്ങൾ. നമ്മൾ പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ്? ജർമേനിയം, സിലിക്കൺ, ആഴ്സനിക്, അതേപോലെ ആന്റിമണി, ടെലൂറിയം, ഇതൊക്കെ ഉപലോഹങ്ങളാണ്. ഇതൊക്കെ ഉപലോഹങ്ങളുടെ ഘട്ടത്തിൽ വരുന്നതാണ്. അതെപ്പോഴും ചോദിക്കുന്നതാണ്. താഴെ തന്നിരിക്കുന്നതിന് ഉപലോഹങ്ങൾ ചോദിച്ചിട്ട് എപ്പോഴും തരുന്നത് സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക് ഒക്കെ ആയിരിക്കും. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് നമുക്കറിയാം. തൈര്, പാലൊക്കെ ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് എവിടെയാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ്. സിട്രിക് ആസിഡോ? സിട്രിക് ആസിഡ് നമുക്കറിയാം എന്തൊക്കെയാണ്? നാരങ്ങ, ഓറഞ്ച്, അതേപോലെ മറ്റൊന്നാണ് പാഷൻ ഫ്രൂട്ട്. ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സിട്രിക് ആസിഡ് ആണ്. ടാനിക് ആസിഡോ? ടാനിക് ആസിഡ് എന്ന് പറയുന്നത് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ടാനിക് ആസിഡ്. അതേപോലെ മറ്റൊന്നാണ് നമ്മുടെ എന്തൊക്കെയാണ്? തക്കാളി, നേന്ത്രപ്പഴം, അതേപോലെ തന്നെ ചുവന്നുള്ളി, ചോക്ലേറ്റ്, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് ഓക്സാലിക് ആസിഡ് ആണ്. ഓക്സാലിക് ആസിഡ് എന്തിലൊക്കെയാണ്? തക്കാളി ഉണ്ട്, അതേപോലെ നേന്ത്രപ്പഴമുണ്ട്, പിന്നെയുള്ളത് ചുവന്നുള്ളി, നമ്മുടെ ചോക്ലേറ്റ്, ഇതിലൊക്കെ എന്താണ്? ഓക്സാലിക് ആസിഡ് ആണ്. അതേപോലെ പുളി, മുന്തിരിയൊക്കെ എന്താണ്? ടാർട്ടാറിക് ആസിഡ് ആണ്. പുളി, മുന്തിരി ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടാർട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പുളിയും മുന്തിരിയൊക്കെയാണ്. നമ്മൾ ആസിഡും ആൽക്കലികൾ എന്ന് പറയുന്ന ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് ഞാനത് എന്തായാലും അത് പ്ലേലിസ്റ്റിൽ കെമിസ്ട്രി എന്ന് പറയുന്ന പോർഷനിൽ കിടപ്പുണ്ട്. ഒരു 17-18ഓളം മോക്ക് ടെസ്റ്റ് കിടപ്പുണ്ട്. ഓക്കെ, അത് ടോപ്പിക് വൈസ് ആണ്. ടോപ്പിക്ക് പഠിച്ചിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഉപകാരമായിരിക്കും നിങ്ങൾക്ക്. ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രഫീൻ ആണ്. ഗ്രഫീൻ. ആറ്റത്തിന്റെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടുപിടിച്ചത്? നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? PEN-RTC. തോംസൺ എന്താണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാണ് തോംസൺ.
ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ആസിഡിന്റെ പേരാണ് എന്ത്? ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ, അതാണ് ഉറുമ്പിന്, അതേപോലെ കടന്നല്, തേനീച്ചയ്ക്കൊക്കെ എല്ലാം എന്താണ് ഈ പറയുന്ന ഫോമിക് ആസിഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? നമ്മൾ പറഞ്ഞു കോപ്പറും അതേപോലെ തന്നെ എന്താണ് സിങ്കും കൂടി കൂടിച്ചേരുമ്പോഴാണ് പിച്ചള വരുന്നത്. അതേപോലെ കോപ്പറും ടിന്നും കൂടി കൂടിച്ചേരുമ്പോഴാണ് എന്താ നമ്മുടെ ഓട് വരുന്നത്. അപ്പൊ ഏതാണ്? ഇവിടെ സിങ്ക് ആണ്. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ നമുക്ക് എന്താണ്? മെൻഡലിയഫ് എങ്ങനെയായിരുന്നു അവരെ വർഗീകരിച്ചത്? ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലും, മോസ്ലി ആണെങ്കിൽ എന്താണ്? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ, ന്യൂലാൻസിന്റെ ഒക്ടേവ്സ് അഷ്ടക നിയമം, അതേപോലെ ലാവോസിയാണ് ആദ്യമായി മൂലകങ്ങളെ വേർതിരിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് വേർതിരിച്ചത്? മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ലാവോസിയെ. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്ന കറിയുപ്പിന്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ് പറയുന്ന നമ്മുടെ കറിയുപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. എല്ലാ ദ്രവ്യങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. ശരിയായ പ്രസ്താവനയാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. ശരിയല്ലേ? എല്ലാം ഒരേപോലെയാണോ? അല്ല. രാസപ്രവർത്തനം ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുകയോ, ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്ട്രോയ്ഡ്, നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു വാക്കാണ് അല്ലേ അത്. അപ്പൊ എന്താണ്? ഇതും ശരിയാണ്. ആറ്റത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഇവിടെ എന്താണ്? എല്ലാം ശരിയല്ലേ? സോ ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. എല്ലാ ധാതുക്കളും അയിരുകളാണ്, എല്ലാ അയിരും ധാതുക്കളാണ്, അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല. മുകളിലെ പ്രസ്താവനകളിൽ ഇവിടെ എന്താണ്? അതായത് എല്ലാ ധാതുക്കളും അയിരാണെന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഒരു എന്തിനാണ് അതിനെ അയിരെന്ന് പരിഗണിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ എന്താണ്? എല്ലാ ധാതുക്കളും അയിരാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാ അയിരും എന്താണ്? ധാതുക്കളാണ്. അപ്പോ സ്വാഭാവികമായിട്ടും അയിരും ധാതുവും തമ്മിൽ ബന്ധമില്ല എന്ന പ്രസ്താവനയും തെറ്റല്ലേ? അപ്പൊ ഇവിടെ ഏതാണ്? 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് എത്ര പേർക്കായിരുന്നു? 3 പേർക്കായിരുന്നു ലഭിച്ചത്. കണ്ടോ? ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത്. അപ്പൊ നമ്മൾ പറഞ്ഞു ധാതുക്കൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ അയിരുകളും ധാതുക്കളാണ്. അപ്പൊ ഒരു ധാതുവിനെ നമ്മൾ അയിരായിട്ട് പരിഗണിക്കണമെങ്കിൽ എന്തൊക്കെയാണ്? ഇതെന്തായാലും തെറ്റല്ലേ? ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് അതിനെ എന്ത് പറയാൻ പറ്റുള്ളൂ? അതിന് അയിരെന്ന് പറയാൻ പറ്റുള്ളൂ. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും എന്താണ്? അതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മുടെ 10th ഒരു ചാപ്റ്റർ ഉണ്ട്, ലോഹ നിഷ്കർഷണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലെ ഫാക്ട്സ് ആണ് ഇതൊക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതി അല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? ക്രിസ്റ്റൽ ആകൃതി അല്ലാത്തതാണ്, അത് ഏതാണ്? അത് കൽക്കരിയാണ്, കൽക്കരി. ഓക്കെ, അപ്പൊ നമ്മുടെ കെമിസ്ട്രിയുടെ ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാവരും ഡിസംബർ 28 മറ്റന്നാളത്തെ പരീക്ഷ നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.